എല്ലാവർക്കും നല്ല നമസ്കാരം. നിങ്ങൾ ഈ കാണുന്ന ക്യൂ വൃക്ഷത്തൈ വാങ്ങാൻ വേണ്ടി നിൽക്കുന്ന ആളുകളുടെ നീണ്ട നിരയാണ്. സംഭവം എന്നിട്ടാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചാലക്കുടി നഗരസഭ 7-8 വാർഡ് സമിതികളുടെ നേതൃത്വത്തിൽ നടത്തുന്ന വൃക്ഷത്തൈ വിതരണമാണ്. നമ്മുടെ വത്സൻ ചമ്പക്കര കൗൺസിലറുടെ നേതൃത്വത്തിൽ നല്ല അടിപ്പൻ തേൻവരിക്ക പ്ലാവിൻ തൈകളാണ് വിതരണം ചെയ്യുന്നത്. ആൾക്കാർ ക്യൂ നിൽക്കാണ്ടിരിക്കുകയോ? മുന്തിരി തൈകളുണ്ട്, 6ഓളം ഫലവൃക്ഷാദി തൈകളുണ്ട്. സംഭവം ആദ്യത്തെ ഘട്ടത്തിൽ തൈകൾ തീർന്നുപോയി. 2ാം ഘട്ടം വെക്കാൻ പോകുന്ന കൗൺസിലർമാർ. എന്തായിരുന്നാലും നല്ല ജനപ്രതിനിധികളുടെ വാർഡുകളിലൊക്കെ ഇത്തരത്തിലുള്ള വികസന പ്രവർത്തനങ്ങളും പരിപാടികളൊക്കെ സംഘടിപ്പിക്കുന്നുണ്ട് കേട്ടോ. എല്ലാവർക്കും നല്ല നമസ്കാരം. മഴ ശക്തിയാർജിക്കുന്നു, സ്കൂൾ തുറന്നിരിക്കുന്നു. കുട്ടികൾ പുതിയ ബാഗും പുതിയ പുസ്തകവും പുതിയ കുടയുമായി ക്ലാസ് മുറിയിലെത്തിയിരിക്കുന്നു. ഇന്ന് പരിസ്ഥിതി ദിനം ജൂൺ 5-ാം തീയതി. ജനപ്രതിനിധികൾ തങ്ങളുടെ വാർഡിനകത്ത് പ്രദേശത്തിനകത്ത് വൃക്ഷത്തൈകൾ വിതരണം ചെയ്തും വൃക്ഷത്തൈകൾ നട്ടുപിടിപ്പിച്ചും പരിസ്ഥിതി ദിനാചരണം സംഘടിപ്പിക്കുന്നു. തീർച്ചയായിട്ടും എല്ലാ ജനപ്രതിനിധികൾക്കും 1000 അഭിവാദനങ്ങൾ നേരുന്നു. ചാലക്കുടി നഗരസഭയ്ക്കകത്ത് വാർഡിൻ്റെ അകത്ത് വികസന പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്ന കഠിനാധ്വാനശീലരായിട്ടുള്ള നല്ല കൗൺസിലർമാർ നമ്മുടെ നഗരസഭയിലുണ്ട്. അവർക്ക് അഭിവാദനങ്ങൾ നേരുകയാണ്. അത്തരത്തിൽ മികച്ച പ്രവർത്തനങ്ങൾ സംഘടിപ്പിക്കുന്ന കൗൺസിലർമാരിൽ എനിക്ക് നേരിട്ടറിയാവുന്ന ഒരാളാണ് ശ്രീ വത്സൻ ചമ്പക്കര. അദ്ദേഹത്തിൻ്റെ വികസന പ്രവർത്തനങ്ങൾക്ക് ഒരു ചമ്പൻ സ്റ്റൈലുണ്ട് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഞാനിത് പറയാൻ കാരണം, തെരഞ്ഞെടുപ്പ് കാലഘട്ടത്തിൽ ജനപ്രതിനിധികളായിട്ട് മത്സരിക്കുന്നവർ നിരവധി തെരഞ്ഞെടുപ്പ് വാഗ്ദാനങ്ങൾ നൽകും. ഞാനിതിൻ്റെ പത്രികകളെല്ലാം സൂക്ഷിച്ചു വയ്ക്കും. 5 കൊല്ലം ആകുമ്പോഴാണ് ഞാനിതൊക്കെ എടുത്തിട്ട് അടിക്കുക. അങ്ങനെ വത്സൻ ചമ്പക്കരയുടെയും പത്രിക എൻ്റെ കയ്യിലുണ്ട്. പക്ഷേ എന്നെ അത്ഭുതപ്പെടുത്തിയത് ഈ 5-6 മാസത്തിനുള്ളിൽ തന്നെ ഈ കൗൺസിലർ വത്സൻ ചമ്പക്കര എന്ന് പറയുന്ന കൗൺസിലർ അദ്ദേഹം തെരഞ്ഞെടുപ്പ് വാഗ്ദാനങ്ങൾ നൽകിയിട്ടുള്ളതിൽ 2-3 പൂർത്തിയാക്കിയിരിക്കുന്നു എന്നുള്ളതാണ്. അത് ഏറ്റവും പ്രധാനപ്പെട്ട സംഭവം. വളപ്പി സ്ട്രീറ്റിലുള്ള കഠിനമായിട്ടുള്ള വോൾട്ടേജ് ക്ഷാമം പരിഹരിക്കാൻ അദ്ദേഹം നടത്തിയ പ്രവർത്തനമാണ്. നമ്മൾ വിചാരിക്കും ഇതൊന്നും നമ്മൾ വിചാരിച്ച് നടക്കില്ല, സ്റ്റേറ്റിലേക്ക് വിളിച്ചു പറയണം, അവിടേക്ക് വിളിച്ചു പറയണം, ആ മന്ത്രിയെ പിടിക്കണം, ഇതൊന്നുമില്ല. ത്യാഗസന്നമായ മനസ്സോടുകൂടി കട്ടയ്ക്ക് നിന്ന് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഓരോ പദ്ധതിയുടെ പിറകിൽ ഓരോ ജനപ്രതിനിധിയുടെ ഇടപെടലുകളാണ് ആ വാർഡിനകത്ത് നടക്കാതിരിക്കുന്ന കീറാമുട്ടിയായിട്ടുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടുന്നത്. വത്സൻ ചമ്പക്കര ഈ വിഷയത്തിൽ KCBയുമായി ബന്ധപ്പെട്ടു. അതിനെ തുടർന്ന് അവിടുത്തെ പ്രശ്നം പരിഹരിച്ചു. 100 വാട്ട് ട്രാൻസ്ഫോമർ ഉള്ളത് 160 വാട്ട് ട്രാൻസ്ഫോമറാക്കി മാറ്റിയോടുകൂടി അവിടുത്തെ വോൾട്ടേജ് പ്രശ്നം പരിഹരിച്ചു. അവിടുത്തെ വീട്ടുകാർക്ക് ഈ കാര്യം ശരിക്കും നന്നായി മനസ്സിലാക്കിയിട്ടുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇനി അതിനുശേഷം പള്ളിയിൽ ട്രാൻസ്ഫോമർ, ആ ട്രാൻസ്ഫോമറിൻ്റെ അവിടെ നിന്നും പോകുന്ന ലൈനിൽ അതിലൊരു ഫേസ് ലൈനാണുള്ളത്. നമുക്കറിയാം, ഒരു ഫേസ് ലൈനിൽ നിന്നും നിരവധി വീടുകൾ കറണ്ട് വലിക്കുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നം, വൈദ്യുതി തകരാറുണ്ടാകുന്നു, പ്രശ്നങ്ങൾ സംഭവിക്കുന്നു, കറണ്ട് പലപ്പോഴും പോകുന്നു. പക്ഷേ ഈ പ്രശ്നവും പരിഹരിക്കപ്പെട്ടിരിക്കുന്നു. അതിന് വേണ്ടത്ര രീതിയിൽ KCB നിന്നുള്ള ഇടപെടൽ നടത്തി അത് 3 ഫേസ് ലൈനാക്കി മാറ്റി. ഇപ്പോൾ 3 ഫേസുകളുണ്ട്. അവിടെ പ്രശ്നം പരിഹരിച്ചു. അതോടൊപ്പം തന്നെ കൈപ്പള്ളി കനാൽ കലുങ്ക്, ഈ കലുങ്ക് വളരെ ഇടുങ്ങിയതാണ്. അതിന് വീതി കൂട്ടണമെന്നുള്ള ആവശ്യം നിരന്തരമായിട്ടുണ്ടായിരുന്നു. അവിടെയും ജനപ്രതിനിധിയുടെ കൃത്യമായ ഇടപെടലുകൾ നടന്നു. വിഷയം പരിഹരിക്കപ്പെട്ടിരിക്കുന്നു. നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഒരു വാർഡിനകത്ത് ഒരു നല്ല ജനപ്രതിനിധി ഉണ്ടാവുക എന്നുള്ളത് ആ നാടിന് ലഭിക്കാവുന്ന ഏറ്റവും വലിയ ഭാഗ്യമാണെന്ന് എനിക്ക് പറയാനുള്ളത്. വത്സൻ ചമ്പക്കരയുടെ വികസന പ്രവർത്തനങ്ങളും വത്സൻ ചമ്പക്കര മുൻപ് മത്സരിച്ച് ജയിച്ച വാർഡിൽ നടത്തിയ പ്രവർത്തനങ്ങളൊക്കെ നിങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ സാധിക്കും. സാംസ്കാരിക സാമൂഹിക എല്ലാവിധ പ്രവർത്തനങ്ങളിലും അദ്ദേഹത്തിൻ്റെ ഒരു ടച്ച് ഉണ്ടാകുമെന്ന്. ഇനി ആരും കൂടെയില്ലെങ്കിലും പറയേണ്ട കാര്യങ്ങൾ കൃത്യമായിട്ട് തന്നെ പറയും. അതിപ്പോൾ ഭരണപക്ഷോ പ്രതിപക്ഷമോ ഒന്നും നോട്ടമൊന്നുമില്ല. കൃത്യമായി അദ്ദേഹം പറയും. അദ്ദേഹം സമരങ്ങൾ സംഘടിപ്പിക്കും. അദ്ദേഹം പലപ്പോഴും അദ്ദേഹത്തെ പറ്റി പറയുന്ന ഒരു കാര്യമാണ് അദ്ദേഹം ഒറ്റയാനാണോ എന്ന്. എനിക്ക് അദ്ദേഹത്തെ പറ്റി പറയാനുള്ള, അദ്ദേഹം ഈ ചാലക്കുടി നഗരസഭയിൽ ഏറ്റവും വേറിട്ട ഒരു കൗൺസിലറാണ്. അദ്ദേഹം അങ്ങനെ വേറിട്ട പരിപാടികൾ നടത്തുന്നതുകൊണ്ടാണ് കഴിഞ്ഞ തവണ പലരും അദ്ദേഹം തോക്കുമെന്ന് പറഞ്ഞിട്ടും 200-ലേറെ വോട്ടുകൾക്ക് അദ്ദേഹം വിജയിച്ചത്. ഈ കഴിഞ്ഞ ദിവസം ഞാൻ ഒരു കാര്യം നേരിട്ട് കണ്ടത്, നമ്മുടെ വാർഡുകളിലൊക്കെ തന്നെ സ്കൂൾ ആരംഭത്തിന് മുൻപേ തന്നെ പഠനോപകരണങ്ങൾ വിതരണം ചെയ്തു. വത്സൻ ചമ്പക്കരയുടെ വാർഡിലും പഠനോപകരണങ്ങൾ വിതരണം ചെയ്തു. ഞാൻ ആ പരിപാടിയിൽ പങ്കെടുക്കാൻ ചെന്നിട്ടുണ്ടായിരുന്നു. ഞാൻ ആ കൊടുത്ത സാധനങ്ങളാണ് ആദ്യം പരിശോധിച്ചത്. എല്ലാ സ്ഥലങ്ങളിൽ ചെല്ലുമ്പോഴും ഇങ്ങനെ പരിശോധിക്കും. നോക്കി കഴിഞ്ഞപ്പോൾ ഏറ്റവും മികച്ച ക്വാളിറ്റിയുള്ള ബാഗുകൾ, കൊട, പുസ്തകങ്ങൾ. ഒരു വിദ്യാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം ആ കുട്ടി തൻ്റെ 1-ാം ക്ലാസ്സിലേക്ക് 2-ാം ക്ലാസ്സിലേക്ക് പോകുമ്പോൾ അവിടെ തങ്ങളോട് കൂടെ തങ്ങളുടെ വാർഡിലെ വാർഡ് ചേട്ടൻ അല്ലെങ്കിൽ വാർഡ് മെമ്പർ, ജനപ്രതിനിധിയായിട്ടുള്ള ചേട്ടൻ തന്ന ആ ബാഗും കുടയും പുസ്തകങ്ങളുമായിട്ടാണ് പോകുന്നത്. അപ്പോൾ അവർക്ക് ആ നാടിനെ പറ്റിയിട്ടുള്ളൊരു സംഗതി, എൻ്റെ നാടും എൻ്റെ സമൂഹം എൻ്റെ കൂടെയുണ്ട് എന്ന് കുട്ടികൾക്ക് പോലും തോന്നും. ഞങ്ങളുടെ കൗൺസിലറേട്ടൻ ഞങ്ങൾക്ക് കഴിഞ്ഞ തവണ പുസ്തകങ്ങളും ബാഗൊക്കെ തന്നു എന്നുള്ളത് ചെറു മനസ്സിൽ തന്നെ നൽകും. ഒരു വലിയൊരു സംരക്ഷണം തന്നെയാണ് ഈ കാലഘട്ടത്തിൽ ഇത്തരം ജനപ്രതിനിധികൾ നടത്തുന്ന പ്രവർത്തനങ്ങൾ. വത്സൻ ചമ്പക്കര മാത്രമല്ല, മറ്റ് പല ജനപ്രതിനിധികളും ഇതുപോലെ ചെയ്യുന്നുണ്ട്. അവർക്കെല്ലാം അഭിവാദനങ്ങൾ നേരുകയാണ്. ജൂൺ 5-ാം തീയതി ഇന്ന് നടത്തിയ ഒരു പ്രവർത്തനത്തെ ഒരിക്കലും നമുക്ക് വില കുറച്ച് കാണാൻ സാധിക്കില്ല. കാരണം ഇന്ന് 7-8 ചാലക്കുടി നഗരസഭയിലെ 7-8 വാർഡ് സമിതിയുടെ നേതൃത്വത്തിൽ 7-ാം വാർഡിൻ്റെ അകത്ത് ADSൻ്റെ ഓഫീസിൽ ഒരു പരിപാടി നടക്കുകയാണ്. അതിൻ്റെ ചിത്രങ്ങളാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതെന്തിനാണ് ഈ ക്യൂ നിൽക്കുന്നത്? സാധാരണ നമ്മുടെയൊക്കെ പ്രദേശങ്ങളിൽ ഒരുപാട് ഈ മരത്തൈകൾ നട്ടുപിടിപ്പിക്കുന്ന ഉദ്ഘാടന പരിപാടികൾ നടക്കും. പലതരത്തിലുള്ള പൂവുകൾ ഉണ്ടാകുന്ന മരങ്ങൾ, അല്ലെങ്കിൽ പേര, മാവ്, ഇങ്ങനെയൊക്കെ പറഞ്ഞുള്ള സംഗതികളായിരിക്കും അധികം ഉണ്ടാവുക. പക്ഷേ വത്സൻ ചമ്പക്കരയുടെ ഈ വാർഡ് ഉൾപ്പെടെ, ബിന്ദു ജോർജിൻ്റെ വാർഡ് ഉൾപ്പെടെയുള്ള വാർഡ് സമിതികളിൽ ആളുകൾ ഇങ്ങനെ ക്യൂ നിൽക്കുന്ന സംഭവം മേടിക്കും. എന്താണെന്നറിയോ? കൊടുക്കുന്നത് തേൻവരിക്ക പ്ലാവിൻ തൈകളാണ്. ഏകദേശം 10-16,000 രൂപയ്ക്ക് മേലെ ഇന്ന് ഇതിന് ചിലവ് വന്നിട്ടുണ്ട്. ഫലവൃക്ഷങ്ങളുടെ തൈകൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും വത്സൻ ചമ്പക്കര ഈ പരിസ്ഥിതി ദിനത്തിൽ ജൂൺ 5-ന് തൻ്റെ വാർഡിലുള്ളവർക്കും അതോടൊപ്പം തന്നെ 7-ാം വാർഡിലെ ബിന്ദു ജോർജ് എന്ന് പറയുന്ന കൗൺസിലറും ഇവർ നൽകിയിട്ടുള്ളത് നിസ്സാര വൃക്ഷത്തൈകളല്ല, ഏറ്റവും കൂടുതൽ ഉപകരിക്കാവുന്ന വൃക്ഷത്തൈകളാണ്. ഇനി പരിസ്ഥിതി ദിനാചരണം പൂർത്തിയാകണമെങ്കിൽ ഇതൊക്കെ നട്ടുപിടിപ്പിച്ച് വളർത്തി വലുതാക്കി അതിൽ ഫലം പുറപ്പെടുവിക്കണം. എന്തായിരുന്നാലും വത്സൻ ചമ്പക്കര എന്ന് പറയുന്ന കൗൺസിലർക്കും അദ്ദേഹത്തിൻ്റെ വികസന പ്രവർത്തനങ്ങൾക്കും ഒരു ബിഗ് സല്യൂട്ട് നൽകുകയാണ്.
പറയാനുള്ളത് ആരുടെ മുഖത്ത് നോക്കിയായിരുന്നാലും കൃത്യമായി പറയാനുള്ള ധൈര്യം കാണിക്കുകയും എൻ്റെ വാർഡിനകത്ത് ഇനി നിങ്ങൾ ഏതെങ്കിലും തരത്തിൽ വികസന പ്രവർത്തനങ്ങൾ നടത്താൻ നിങ്ങൾക്ക് താല്പര്യമില്ലെങ്കിൽ ഞാൻ ഇറങ്ങും, ഞാനുണ്ട് എന്ന് പറയുന്ന ഒരു ജനപ്രതിനിധി ചാലക്കുടി നഗരസഭയിൽ ഇതുപോലെയുള്ള ജനപ്രതിനിധികൾ ഉണ്ടാകട്ടെ. നിരവധിയായിട്ടുള്ള ജനപ്രതിനിധികളുണ്ട്, ഇനിയും ഉണ്ടാകട്ടെ. വത്സൻ ചമ്പക്കരയുടെ ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾക്ക് ഒരു ബിഗ് സല്യൂട്ട് നൽകുകയാണ്. ഈ മഴക്കാലത്ത് ഞാൻ കണ്ട ഒരു ജനപ്രതിനിധിയുടെ കൊച്ചു ഇടപെടലുകൾ തെരഞ്ഞെടുപ്പ് വാഗ്ദാനങ്ങളായിട്ട് മാത്രം നിലനിൽക്കാനുള്ളതല്ല, അത് പൂർത്തീകരിക്കപ്പെടാനുള്ളതാണ്. ഈ 5 വർഷത്തിനുള്ളിൽ ഞാൻ നൽകിയ തെരഞ്ഞെടുപ്പ് വാഗ്ദാനങ്ങളെല്ലാം തന്നെ പൂർത്തീകരിക്കാനുള്ള ഇടപെടലുകൾ ആര് എന്നെ സഹായിച്ചില്ലെങ്കിലും ഞാൻ ചെയ്യും എന്ന് പറഞ്ഞ വത്സൻ ചമ്പക്കരയ്ക്ക് ഒരിക്കൽ കൂടി അഭിവാദനങ്ങൾ നേരുന്നു, പരിസ്ഥിതി ദിനാചരണത്തിൻ്റെ ആശംസകൾ നേരുന്നു. പരിസ്ഥിതി ദിനാചരണവുമായി ബന്ധപ്പെട്ട് 8-7 വാർഡ് സമിതികൾ നടത്തിയ പരിപാടിയിൽ ചാലക്കുടി നഗരസഭ മുൻ ചെയർമാൻ ശ്രീ വി ഒ പൈലപ്പൻ, 7-ാം വാർഡ് കൗൺസിലർ ബിന്ദു ജോർജ്, 8-ാം വാർഡ് കൗൺസിലർ വത്സൻ ചമ്പക്കര എന്നിവർ സംസാരിച്ചു. പരിപാടി വത്സൻ ചമ്പക്കര ഉദ്ഘാടനം ചെയ്തു. തുടർന്ന് വൃക്ഷത്തൈകൾ വിതരണം ചെയ്തു. നന്ദി, നമസ്കാരം.